ഹലോ ഓൾ. അപ്പം +1 എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒഫീഷ്യൽ ആൻസർ കീ ഒക്കെ റിലീസ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബയോളജിയുടെ ഒഫീഷ്യൽ ആൻസർ കീ ആണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പം എന്തിനാ നമ്മളിപ്പോൾ സാധനം ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇപ്പം നിങ്ങൾക്കൊക്കെ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവും. നിങ്ങൾ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. എക്സാം കഴിഞ്ഞിട്ടല്ലോ. അപ്പം ഈ കഴിഞ്ഞിട്ടുള്ള ഈ എക്സാമിന്റെ ആൻസർ കീ നോക്കിയിട്ട് നമുക്ക് മാർക്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഒരു കാര്യം ചെയ്യാം, നിങ്ങളൊരു പേപ്പറൊക്കെ എടുത്ത് റെഡി ആയിരിക്കുക. പേപ്പറും പെണ്ണെടുത്ത് റെഡി ആയിക്കോളൂ. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ വെച്ച് അങ്ങനെ പോവാം. ഇപ്പൊ നമുക്ക് മാർക്ക് അവസാനം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കുറെ നല്ല മാർക്ക് നിങ്ങൾക്ക് വരികയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. നിങ്ങൾ A+ അല്ലെങ്കിൽ നല്ലൊരു ഗ്രേഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കൺഗ്രാറ്റുലേഷൻസ് ഇൻ അഡ്വാൻസ്. ഇനി അതല്ല, നിങ്ങൾക്ക് മാർക്ക് കുറവാണ്, നിങ്ങൾ വിചാരിച്ച അത്ര മാർക്കൊന്നും കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് ഇനിയും ഇമ്പ്രൂവ് ആവാം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് +1 ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പം ഈ എന്തുകൊണ്ടും ഇംപ്രൂവ്മെന്റ് എക്സാം നമ്മൾ നോക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗ്രേഡ് നമുക്ക് കൂട്ടാം. അതുപോലെ തന്നെ നമ്മുടെ ഫൈനൽ സ്കോർ, അതായത് +2 ഫൈനൽ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് ഇനി +2 കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ +1 കഴിഞ്ഞു, എക്സാം കഴിഞ്ഞ് +2ലേക്ക് കടക്കുമ്പോൾ നമ്മൾ +2 എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മൾ ഇതുവരെ കാണാത്ത കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് നമുക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ട് തരികയാണ് ഈ +2 എന്ന് പറയുന്ന സാധനം. ഇത്രയും കാലം നമ്മൾ +1 വരെ പഠിച്ചത് 10 +1 ഒക്കെ എന്തായിരുന്നു? ജസ്റ്റ് ബോർഡ് എക്സാം എഴുതുക, പാസ്സാവുക, അതേ ഉള്ളായിരുന്നു. ഇനി അടുത്തതായിട്ട് +2 വരുന്ന സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കരിയർ ചൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മൾ മുമ്പോട്ട് വരുന്നുണ്ട്, കോമ്പറ്റീറ്റീവ് എക്സാംസ്. കോമ്പറ്റീവ് എക്സാംസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല തരത്തിലുള്ള കോമ്പറ്റീവ് എക്സാംസ് വരുന്നുണ്ട്. CUET, അതുപോലെ തന്നെ ISER IIT, അതുപോലെ നെസ്റ്റ് എക്സാമുകൾ, അങ്ങനെ പല തരത്തിലുള്ള എക്സാംസ് നിങ്ങൾക്ക് +2 ശേഷം കിട്ടുന്നുണ്ട്. ഈ എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ പാത്ത് തന്നെ ഡിസൈഡ് ചെയ്യുന്ന സംഭവമാണ്. അങ്ങനെ കുറെ എക്സാംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിനൊക്കെ നമ്മൾ ആദ്യമേ പ്രിപ്പയർ ആയിട്ട് നിന്നാൽ തന്നെ നമുക്കൊരു പ്ലാൻ, എങ്ങനെ ഈ എക്സാമിനൊക്കെ നേരിടാം എന്നുള്ള ഒരു പ്ലാൻ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമാവുക, അല്ലേ? ഒബ്വിയസ് ആണുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു സഹായിക്കാൻ ഒരാളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടെ നിന്ന് നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ, നമ്മൾ Prepwise നിങ്ങൾക്കായി പ്രസൻസ് ILP പ്രോഗ്രാം, +2 സയൻസ് ILP പ്രോഗ്രാമാണ് നിങ്ങൾക്ക് മുന്നോട്ട് Prepwise ടീം കൊണ്ടുവരുന്നത്. ഈ ILP പ്രോഗ്രാം എന്താ നമുക്ക് കുറച്ചുകൂടി ഡെപ്തിൽ നോക്കാം. ILP പ്രോഗ്രാമിൽ നമ്മൾ നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് ബോർഡ് എക്സാംസിന്റെ കോച്ചിങ് ഉണ്ട്, അതുപോലെ തന്നെ CUETയുടെ കോച്ചിങ് ഉണ്ട്, അതുപോലെ തന്നെ ഇങ്ങനത്തെയുള്ള എക്സാംസ് നമ്മുടെ JEE NEET ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ തരം എക്സാംസിനുള്ള കോച്ചിങ്ങും കൂടി നമ്മൾ നൽകുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് നമ്മുടെ പ്രത്യേകതകൾ നോക്കാം. നമ്മുടെ 2023, അപ്പൊ നിങ്ങളൊക്കെ +2 പാസ്സാകുമ്പോൾ 2023 എക്സാം ആയിരിക്കും നിങ്ങൾ എഴുതുക. ഈ 2023 CUET എക്സാമിനുള്ള കോംപ്രിഹെൻസീവ് കോച്ചിങ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് മാത്തമാറ്റിക്സിൽ നിങ്ങൾ നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബോർഡ് എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ, അങ്ങനത്തെ പിന്നെ വാല്യൂ ആഡഡ് നോട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബോർഡ് എക്സാമിന് സഹായിക്കാനായിട്ട് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ CUETക്ക് 3 തരത്തിലുള്ള സെക്ഷനുകളുണ്ട്: ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ്, ഡൊമൈൻ ടെസ്റ്റ് ആൻഡ് ജനറൽ ടെസ്റ്റ്. ഇതിനൊക്കെ നിങ്ങൾക്ക് കോച്ചിങ്ങും ഈ ILP കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഈ Prepwise നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ILP കോഴ്സിന്റെ ബാക്കിയുള്ള സവിശേഷതകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്ലാസ്സസ് എടുക്കുന്നത് ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ തന്നെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കുന്നതോ ആയ ഫാക്കൽറ്റീസ് ആണ്. അതുപോലെ തന്നെ വാല്യൂ ആഡഡ് നോട്ട്സ് ഉണ്ട്. അതുപോലെ ഓരോ ടോപ്പിക്, ഇപ്പം നിങ്ങൾക്ക് ബയോളജി എടുക്കുകയാണെങ്കിൽ ആനിമൽ കിങ്ഡത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഹ്യൂമൻ ഫിസിയോളജിയെ കുറിച്ചോ ഉള്ള ടോപ്പിക് വൈസുള്ള ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസുകൾ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്ത് നിങ്ങളുടെ മെന്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതിനുശേഷം മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റി തരാനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ടീം ഓഫ് മെന്റേഴ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ഓരോ മെന്റേഴ്സിനെയും 1-to-1 ആയിട്ട് സംസാരിച്ച് നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് +2 ILP പ്രോഗ്രാം ബൈ Prepwise. ഇനി അടുത്തത്, എങ്ങനെ നമുക്ക് ഈ Prepwiseന്റെ ആപ്പിന് എവിടെ നിന്ന് കിട്ടും? ഇത് പ്രോഗ്രാം നിങ്ങൾ ചേരാൻ നിങ്ങൾ തീരുമാനിച്ചെന്ന് ഞാൻ ഉറപ്പിക്കുന്നു. ഇനി ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് കയറാൻ ആദ്യം നമുക്ക് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. നമ്മുടെ ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഒക്കെ ഉണ്ട്. നിങ്ങൾ അവിടെ പോവുക, Prepwise അടിക്കുക, ഫസ്റ്റ് നമ്മുടെ ഈ ലോഗോ കാണാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ആപ്പിന്റെ ഇന്റർഫേസിലേക്ക് എത്താൻ പറ്റും. ആപ്പിന്റെ ഇന്റർഫേസിൽ സ്റ്റോറിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കോഴ്സസ് കാണാൻ പറ്റും. അതിൽ നിങ്ങൾ +2 സയൻസ് ILP കോഴ്സ് സെലക്ട് ചെയ്യുക, അതിന് എൻറോൾ ചെയ്യുക.
ഇനി എൻറോൾ ചെയ്യുന്നതിനോ മറ്റോ ഇനി കോഴ്സ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഇപ്പൊ എന്തെങ്കിലും ഒരു ക്വയറി നിങ്ങൾക്ക് മനസ്സിൽ ബാക്കിയുണ്ടെങ്കിൽ, ഞാനിപ്പോൾ പറഞ്ഞതിൽ നിന്നും കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് കിട്ടുന്നില്ല, ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ പ്രൊഫൈസിലെ ടീം നിങ്ങളെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സും അവിടെ നിന്ന് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. ഇനി നമ്മൾ ഇത്രയും പറഞ്ഞു, നമ്മുടെ ILP പ്രോഗ്രാം നിങ്ങൾ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബയോളജി +1 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഗെറ്റ് റെഡി വിത്ത് യുവർ പെൻസ് ആൻഡ് പേപ്പേഴ്സ്. നമുക്ക് ആദ്യം ബോട്ടണി സെക്ഷൻ നോക്കാം. ബോട്ടണി സെക്ഷനും അത് കഴിഞ്ഞിട്ട് നമുക്ക് സുവോളജി സെക്ഷൻ നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ പെന്നും പേപ്പർ എടുത്ത് റെഡി ആയി നിന്നോളൂ. ഇനി നമ്മൾ 1 മാർക്കിന് ക്വസ്റ്റ്യൻസിന്റെ ഏതൊക്കെയായിരുന്നു അതിന്റെ ആൻസേഴ്സ് നോക്കാൻ പോവാണ്. 3 ക്വസ്റ്റ്യൻസ്, 4 ക്വസ്റ്റ്യൻസിൽ 3 ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്താൽ മതി. ഈ ഒരു സെക്ഷനിൽ 4 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്ത് നിങ്ങൾ 4 മാർക്ക് കിട്ടുന്നില്ല, വെറും 3 മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ അക്രോസ് ഡിഫറൻഷ്യലി ഓർ സെലക്ടീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ ഈസ് എന്താണ്? ഓസ്മോസിസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓസ്മോസിസ് നിങ്ങൾ കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കിട്ടും. അടുത്തതായിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ആൻസർ. റിസർവ് ഫുഡ് ഇൻ 5 എന്താണ്? മാനിറ്റോൾ ആണെന്നുള്ളത്. ഇതൊക്കെ ജസ്റ്റ് നമ്മുടെ തേർഡ് ചാപ്റ്ററിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അത് നോക്കുക. നിങ്ങൾ ഫംഗൈൻ്റെ അണ്ടറിലുള്ള ചാപ്റ്റർ നോക്കും വായിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ കാര്യം പെട്ടെന്ന് കിട്ടുന്നതാണ്. 1 മാർക്ക് അവിടെ കിട്ടി. ഇപ്പൊ നിങ്ങൾ 2 മാർക്ക് കിട്ടിയിട്ടുണ്ട്, കൗണ്ട് ചെയ്തോളൂ. ഇനി അടുത്തത് ഒബ്സർവ് ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ലൈറ്റ് റിയാക്ഷൻ ഗ്രാന ആണെങ്കിൽ ഡാർക്ക് റിയാക്ഷൻ എന്താണെന്ന്? സ്ട്രോമയാണ്. ഇതൊക്കെ നമ്മുടെ പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കുന്ന ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ, പ്ലാന്റ് ഫിസിയോളജി ഭാഗത്തേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ പ്രോസസ് വിച്ച് ഈസ് കോമൺ ഫോർ ബോത്ത് എയറോബിക് ആൻഡ് അനഎയറോബിക് റെസ്പിറേഷൻ. എന്താണ് ആ പ്രോസസ്? ഗ്ലൈക്കോളിസിസ് അല്ലെങ്കിൽ EMP പാത്വേ ആണ് ആ പ്രോസസ്സ്. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ടെക്സ്റ്റിലെ സെന്റൻസ് എടുത്ത് നിങ്ങൾക്ക് ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് 2 മാർക്കിന് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. 9 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് 13 ക്വസ്റ്റ്യൻസിൽ നിന്ന് 9 ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യുക. ഇപ്പൊ 2 മാർക്കിന് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പ്ലാന്റ്സ് അഡാപ്റ്റ് ടു ഡ്രൈ ട്രോപ്പിക്കൽ റീജിയൻസ് എക്സിബിറ്റ് C4 പാത്വേ. നെയിം ദ ഫസ്റ്റ് CO2 acceptor in C4 pathway, which is the first stable product formed in C4 pathway. ഇപ്പൊ C4 പാത്വേ ആണ് നമുക്ക് പഠിക്കാൻ കുറിച്ചാണ് നമുക്ക് ചോദിക്കാനുള്ളത്. C4 പാത്വേ എവിടെയാണ് വരുന്നത്? ഫോട്ടോസിന്തസിസിലാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, നെയിം ദ ഫസ്റ്റ് ആക്സെപ്റ്റർ ഓഫ് CO2. അത് PEP അല്ലെങ്കിൽ ഫോസ്ഫോ ഈനോൾ പൈറുവിക് ആസിഡ്. രണ്ടാമത്തെ ആൻസർ, അതായത് ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് എന്താണെന്ന്, അതാണ് OAA അഥവാ ഓക്സാലോ അസറ്റിക് ആസിഡ്. ഇത് രണ്ടും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോരോ മാർക്ക് വെച്ച് കിട്ടും. നിങ്ങൾ അബ്രീവിയേഷനോ ഫുൾ ഇത് എഴുതിയാലും നിങ്ങൾക്ക് ആൻസർ ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. നെക്സ്റ്റ്, ഡിഫൈൻ മൈക്കോറൈസ. ഹൗ ഈസ് മൈക്കോറൈസൽ അസോസിയേഷൻ ഹെൽപ്ഫുൾ ടു പ്ലാന്റ്സ്. എന്താണ് മൈക്കോറൈസ? മൈക്കോറൈസ ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആണ് നമുക്കറിയാം. ഫംഗസ്, നമ്മുടെ പ്ലാന്റ്സിന്റെ റൂട്ടിൽ ഫംഗസുമായിട്ടുള്ള ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. അങ്ങനെ ആ ഒരു ഡെഫിനേഷൻ നിങ്ങൾ 1 മാർക്ക് കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മൈക്കോറൈസൽ അസോസിയേഷൻ ഹെൽപ്ഫുൾ ടു പ്ലാന്റ്സ്. എങ്ങനെയാണ് ഈ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് പ്ലാന്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്? അതിൽ ഫംഗൽ ഫോംസ് നെറ്റ്വർക്ക് അറൌണ്ട് ഫംഗൽ ഫിലമെന്റ് നെറ്റ്വർക്ക് ഉണ്ടാവും. പിന്നെ ഫംഗൽ ഹൈഫേ അബ്സോർബ് ഓർ പ്രൊവൈഡ്സ് വാട്ടർ ആൻഡ് മിനറൽസ്, ഹെൽപ്സ് ഇൻ അബ്സോർപ്ഷൻ. ഇറ്റ് ഹെൽപ്സ് ഇൻ ജെർമിനേറ്റ് ആൻഡ് എസ്റ്റാബ്ലിഷ് പൈനസ് സീഡ്സ്. ഇതിൽ ഏതെങ്കിലും ഒരു ഒന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് ഉറപ്പാണ്. അങ്ങനെ 2 മാർക്ക് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടി. നെക്സ്റ്റ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലോങ് ഡേ പ്ലാന്റ്സ് ആൻഡ് ഷോർട്ട് ഡേ പ്ലാന്റ്സ്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? ലോങ് ഡേ പ്ലാന്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ലോങ് ഡേ പ്ലാന്റ്സ് റിക്വയർസ് എക്സ്പോഷർ ടു ലൈറ്റ് ഫോർ എ പീരീഡ് എക്സീഡിംഗ് ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ. അതായത് ഫ്ലവറിംഗ് ഇൻഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ കൂടുതൽ ലൈറ്റ് ഉണ്ടെങ്കിൽ ലോങ് ഡേ പ്ലാന്റ്സിന് പറയുന്നു. അത് ഷോർട്ട് ഡേ പ്ലാന്റ്സ് പറയുമ്പോൾ അത്ര ലൈറ്റ് വേണ്ട, ലെസ് ദാൻ പീരീഡ്. ഇത് 2 സാധനം നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്താൻ പറ്റുന്നുണ്ട്. 2 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ്ങിൽ എന്താണ് വയ്ക്കുന്നത്? ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ആൻജിയോസ്പേംസ്, ജിംനോസ്പേംസ്. ഇതിന്റെ ഒക്കെ പ്രത്യേകതയാണ് ഇപ്പുറ സൈഡിൽ എഴുതിയത്. നമുക്ക് ഇപ്പം തന്നെ കണ്ടാൽ മനസ്സിലാവും. ജിംനോസ്പേംസ്, നേക്കഡ് സീഡ്സ്, ആൻജിയോസ്പേംസ്, ഡബിൾ ഫെർട്ടിലൈസേഷൻ. നമുക്ക് നോക്കാം. ഇപ്പം ബ്രയോഫൈറ്റ്സിന് പ്രോട്ടീനിയമ ഉണ്ട്, ടെറിഡോഫൈറ്റ്സിന് പ്രോതാലസ്, ജിംനോസ്പേം നേക്കഡ് സീഡ്സ്, ആൻജിയോസ്പേംസ്, ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഇതെങ്ങനെ ഒന്നെങ്കിൽ ഫുൾ എഴുതാം, അല്ലെങ്കിൽ ജസ്റ്റ് ആ ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്ത് എഴുതിയാൽ 1/2 മാർക്ക് വെച്ച് 4 എണ്ണത്തിനും കിട്ടും. 2 മാർക്ക് അവിടെ ഉറപ്പായി. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ 4 കോമ്പണൻസ് ഓഫ് സൈലം ഇൻ ആൻജിയോസ്പേംസ്. സൈലത്തിലെ 4 കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് ചോദ്യം. എന്തൊക്കെയാണ്? സൈലം വെസൽ, സൈലം ട്രക്കിയേറ്റ്, സൈലം പാരങ്കൈമ ആൻഡ് സൈലം ഫൈബേഴ്സ്. 4 എഴുതിയാൽ നമുക്ക് 1/2 മാർക്ക് വെച്ചിട്ട് ഇതിപ്പോ ഒന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് 1.5 മാർക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 9ാമത്തെ ക്വസ്റ്റ്യനിൽ 2 മാർക്ക് നമ്മൾ സ്കോർ ചെയ്തു. ഇനി അടുത്തത് 10th ക്വസ്റ്റ്യനിലാണ് പോകുന്നത്.
Given below are the certain process that occurs during the different phases of Prophase 1 in meiotic division. Arrange them against the appropriate stage provided in the table. നമ്മൾ നേരത്തെ ചെയ്ത മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഇങ്ങനെ നമുക്ക് തന്ന സ്റ്റേജസ് തന്നിട്ടുണ്ട്, അതിന്റെ ഫേസസ് നമ്മൾ ഇപ്പോൾ എഴുതുക, എന്താണ് അത് ആ സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എഴുതാം. ഓക്കെ, സൈഗോട്ടി എന്ന് വെച്ചാൽ ഫോർമേഷൻ ഓഫ് സ്നാപ്സിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിനാണ് നമ്മൾ സൈഗോട്ടി എന്ന് പറയുന്നത്. ഇനി പാക്കിംഗ് ടി എന്ന് പറയുന്നത് ക്രോസിംഗ് ഓവർ, ഡിപ്ലോട്ടി എന്ന് പറയുന്നത് ഡിസൊല്യൂഷൻ ഓഫ് സ്നാപ്റ്റോമൽ കോംപ്ലക്സ്, ഡയാകൈനസിസ് എന്ന് പറയുന്നത് ടെർമിനൽ ഓഫ് കയാസ്മ. ഈ കാര്യം ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്ത് എഴുതി എല്ലാം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടി. 11 റൈറ്റ് എനി 2 യൂസ് ഓഫ് ബാക്ടീരിയ. ബാക്ടീരിയന് എന്തൊക്കെ യൂസ് ഉണ്ട്? മറ്റേ കേട് ഉണ്ടാക്കാൻ പറ്റും, ആന്റിബയോട്ടിക്സ്, ഫിക്സിംഗ് നൈട്രജൻ, റീസൈക്ലിംഗ് ന്യൂട്രിയൻസ്, ബയോഗ്യാസ് പ്രൊഡക്ഷൻ. ഇതിൽ ഏതെങ്കിലും ഒരു 2 എണ്ണം നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് റെസ്പിറേറ്ററി കോഷ്യന്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ റെസ്പിറേറ്ററി കോഷ്യന്റ് ആൻഡ് RQ വാല്യൂ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. ഇത് റെസ്പിറേഷൻ എന്ന ചാപ്റ്ററിലേക്കാണ് വരുന്നത്. അപ്പം ഇത് നമ്മൾ the ratio of volume of carbon dioxide evolved to the volume of oxygen consumed is called respiratory coefficient. അതായത് കാർബൺ ഡൈ ഓക്സൈഡും ഒരു എത്ര കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ഓക്സിജൻ കൺസ്യൂം ചെയ്തപ്പോൾ. അതങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ വേർഡ്സിൽ എഴുതിയാൽ മതി, എങ്ങനെയെങ്കിലും എഴുതിയാലും മതി, ഇനിയിപ്പോൾ ഇക്വേഷൻ എഴുതിയാലും മതി. ഇനി RQ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് 1. അപ്പം കാർബോഹൈഡ്രേറ്റ്സിന് ഒരു COD ആണ് പുറത്തേക്ക് പോകുന്നത്, അതുകൊണ്ട് 1. അപ്പം നമുക്ക് ഇവിടെ 2 മാർക്ക് ഇവിടെ കിട്ടി. നിങ്ങൾ നോട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം 2 മാർക്കിന് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ലിസ്റ്റ് ഔട്ട് ദ 4 സ്റ്റേജസ് ഇൻ M phase ഓഫ് സെൽ സൈക്കിൾ ഇൻ കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ സീക്വൻഷ്യൽ ഓർഡറിൽ ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ സീക്വൻഷ്യൽ ഓർഡർ എന്ന് പറയുന്ന സാധനം കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നോക്കാം. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് നമ്മൾ പഠിച്ചതാണ്. മറ്റേ നിങ്ങൾക്ക് ഡയഗ്രാം ഒക്കെ ഓർമ്മ വരുന്നുണ്ടാവും ഇപ്പം മനസ്സിലേക്കും. അത് കറക്റ്റ് ഡയഗ്രാം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് ഓർമ്മ വെച്ച് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ 2 മാർക്ക് ഉറപ്പാണ്. നെക്സ്റ്റ്, ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദി ഗിവൺ ഡയഗ്രാം ഓഫ് മൈറ്റോകോൺട്രിയ, ലേബൽ ദി പാർട്സ്, വൈ മൈറ്റോകോൺട്രിയ ഇസ് നോൺ ആസ് ദ പവർ ഹൗസ് ഓഫ് സെൽ. ഇതിൽ എയും ബിയും എന്താണെന്ന് ചോദിക്കുന്നത്. എയും ബി എന്താണ്? എ ഇസ് മെട്രിക്സ് ആൻഡ് മെട്രിക്സ് നിങ്ങൾ ഇവിടെ നമുക്ക് ഇവിടെ ചെറിയൊരു പ്രോബ്ലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ലേബലിങ് നമുക്ക് ഇത് എവിടെയാണ് കറക്റ്റ് പോയിന്റ് ചെയ്ത് നമുക്ക് മനസ്സിലാവാത്ത കൊണ്ടാണ്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയാലും വിഷയമില്ല. ബട്ട് 2 എയും ബി എന്ത് എഴുതണം? ഒന്നെങ്കിൽ ക്രിസ്റ്റ അല്ലെങ്കിൽ മെട്രിക്സ്, രണ്ടിനും എഴുതണം. ഓക്കെ, അടുത്തതായിട്ട് വൈ മൈറ്റോകോൺട്രിയ ഇസ് നോൺ ആസ് പവർ ഹൗസ് ഓഫ് സെൽ. അറിയാം, മൈറ്റോകോൺട്രിയ പ്രൊഡ്യൂസ് സെല്ലുലാർ എനർജി ഇൻ ദ ഫോം ഓഫ് ATP. അതുകൊണ്ട് ATP പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗമാണ്. അതുകൊണ്ട് അത് എന്ത് പറയുന്നു? അത് നമ്മൾ പവർ ഹൗസ് എന്ന് പറയുന്നത്. ഇത് 2 പോയിന്റ് നിങ്ങൾ എഴുതിയിട്ടുണ്ട്, 2 മാർക്ക് കിട്ടി. ഇനി അടുത്തത് ഹൗ ഡു കൺജോയിന്റ് വാസ്കുലർ ബണ്ടിൽസ് ഡിഫർ ഫ്രം റേഡിയൽ വാസ്കുലർ ബണ്ടിൽസ്. കൺജോയിന്റ് വാസ്കുലർ ബണ്ടിൽസിൽ എന്താണ്? സൈലോം ഫ്ലോയും രണ്ടും ഒരു സെയിം റേഡിയസിലാണ് ഉണ്ടാവുക. അതായത് നിങ്ങൾ അതിന്റെ ഡയഗ്രാം വരച്ച് വെച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് 2ൽ ഏതെങ്കിലും ഒന്ന് എഴുതാം. റേഡിയൽ എന്ന് വെച്ചാൽ എന്താണ്? വാസ്കുലർ ബണ്ടിൽസ് ആർ ആൾട്ടർനേറ്റ് മാനറിൽ. അതായത് ഒരു സർക്കിളിൽ നമുക്ക് സൈലം ആണെങ്കിൽ അടുത്ത റേഡിയസിൽ എന്താ ഉണ്ടാവുക? ഫ്ലോയം ആയിരിക്കും. അങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിരിക്കും. പക്ഷെ കൺജോയിന്റിൽ രണ്ടും ഒരുമിച്ച് ഒരു റേഡിയസ് എടുക്കുകയാണെങ്കിൽ അവിടെ 2 ഉണ്ടാവും. അപ്പം ഇത് 2 നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ 2 മാർക്ക് കിട്ടി. അടുത്തതായിട്ട് റൈറ്റ് 2 പെക്യുലാരിറ്റീസ് ഓഫ് റെസിമോസ് ഇൻഫ്ലോറൻസ്. റെസിമോസ് ഇൻഫ്ലോറൻസ് എന്താണ്? അതിന്റെ നമ്മളെ മറ്റേ ഫ്ലോറൽ ഡയഗ്രാം ഒക്കെ വരുന്ന പാർട്ട് ഉണ്ടല്ലോ, അവിടെ ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. മെയിൻ ആക്സസ് കണ്ടിന്യൂസ് ടു ഗ്രോ, ഫ്ലവേഴ്സ് ആർ ബോൺ ലാറ്ററലി ഇൻ അക്രോപെറ്റൽ സക്സഷൻ. എന്താണ് റെസിമോസ് ഇൻഫ്ലോറൻസ് എന്ന് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ 2 മെയിൻ കാര്യങ്ങൾ ഇതാ. ഇവിടെ മെയിൻ ആക്സസ് കണ്ടിന്യൂസ് ടു ഗ്രോ, ലാറ്ററലി അക്രോപെറ്റൽ സക്സഷനിൽ ആണ് ഇത് വരുന്ന കാര്യം എഴുതിയിട്ട് നിങ്ങൾക്ക് 2 മാർക്ക് ഇവിടെയും കിട്ടി. ഇനി അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ലിസ്റ്റ് എനി 2 ഫംഗ്ഷൻസ് ഓഫ് സെൽ വാൾസ് ഇൻ പ്ലാന്റ്സ്. ഒന്ന് പ്രൊട്ടക്ഷൻ ആണ്, അല്ലെങ്കിൽ ഷേപ്പ് കൊടുക്കാനാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ തന്നിരിക്കുന്ന ഏതെങ്കിലും 2 പോയിന്റ് നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. ഒന്ന് ഷേപ്പ് കൊടുക്കാനാണ്, പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, ഇൻഫെക്ഷൻ പ്രൊട്ടക്ട് ചെയ്യും, സെൽ ടു സെൽ ഇന്ററാക്ഷന് സഹായിക്കും, ഒരു ബാരിയർ ആയിട്ട് നിലകൊള്ളുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു 2 പോയിന്റ് നിങ്ങൾ എഴുതുക, ഫുൾ മാർക്ക് ഉറപ്പാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി 3 മാർക്ക് ക്വസ്റ്റ്യനിലെ 3 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുക. 5 ക്വസ്റ്റ്യൻസ് ഉണ്ട് ടോട്ടലിൽ. 3 ക്വസ്റ്റ്യൻ മാത്രം അറ്റംപ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യം, നിങ്ങൾ ഇനി +2 എക്സാം ഒക്കെ എഴുതാൻ പോകുമ്പോഴും നിങ്ങളെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫസ്റ്റ് പാർട്ട് ഉണ്ട്, അവിടെ കൃത്യമായിട്ട് വായിച്ചിട്ട് മാത്രം എക്സാം ചെയ്ത്. ഇതിലൊക്കെ കണ്ടില്ല, നമുക്ക് 3 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. വെറുതെ ഈ 5 ക്വസ്റ്റ്യൻ എഴുതാൻ വെറുതെ സമയം പോകും. വെറുതെ സമയം പോലെ ആയിരിക്കും അവിടെ ഉണ്ടാകും. നമുക്ക് ഇനി ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എന്തായാലും 18ാമത്തെ ക്വസ്റ്റ്യൻ. ഗിവൺ ബിലോ ആർ ദ സർട്ടൻ ആക്ടിവിറ്റീസ് ഓഫ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഇൻ പ്ലാന്റ്. അറേഞ്ച് ദം അണ്ടർ ദ സ്യൂട്ടബിൾ ഹെഡിങ് ഇൻ ദ ടേബിൾ പ്രൊവൈഡഡ്. ഇനി ഓക്സിനും ഗിബ്രലിന്റെയും പ്രോപ്പർട്ടീസ് ആണ് സംഭവം. അത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. അപ്പം ഓക്സിജൻ അണ്ടറിലെ അപ്പിക്കൽ ഡോമിനൻസ്,
parthenocarpy in tomatoes, initiate root in stem cutting. അതുപോലെ ഗിബറലിൻസ് എന്തൊക്കെ bolting in rosette plants, increase length of grape stalks, speed up the malting process in brewing industry. ഇത് രണ്ടും നിങ്ങൾ കറക്റ്റ് ഈ 6.2 അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ 1.5 മാർക്ക് വെച്ചിട്ട് 3 മാർക്ക് കിട്ടും. അടുത്തത് റൈറ്റ് എനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. എന്താണ് ഒന്നില് സൈക്ലിക് ഈ ഒരു പോയിന്റ്സിൽ ATP ഫോംഡ് ആണോ, ATP മാത്രമാണോ ഫോംഡ്, സൈക്ലിക്കിൽ ATP മാത്രമാണ്, എവല്യൂഷൻ ഓഫ് ഓക്സിജൻ ഇല്ല, സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഇല്ല, സൈക്ലിക് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ആണ് എന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ വരുമ്പോൾ എന്താണ് നമുക്ക് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ നടക്കുന്നുണ്ട്, ഇവല്യൂഷൻ ഓഫ് ഓക്സിജൻ ഉണ്ട്, ATPയുടെ ഒപ്പം NADPH കൂടി ഉണ്ട്. നോൺ സൈക്ലിക് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. രണ്ടും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇതിൽ ഏതെങ്കിലും 3 പോയിന്റ്സ് 2 സൈഡിൽ എഴുതാൻ പറ്റിയിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടിന്റെയും സ്കീമാറ്റിക് ഡയഗ്രാം വരച്ചാലും മതി, നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. ഓക്കെ, ഡയഗ്രാം തെറ്റരുത്, വരച്ചാൽ മാത്രം മതി, തെറ്റാതെ വരച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഡിഫൈൻ ഹൈഡ്രോപോണിക്സ്. റൈറ്റ് എനി 2 ആപ്ലിക്കേഷൻസ് ഓഫ് ഹൈഡ്രോപോണിക്സ്. ഹൈഡ്രോപോണിക്സ് എന്താണ്? വാട്ടർ ഉപയോഗിച്ചിട്ട് ടെക്നിക് ഓഫ് ഗ്രോയിങ് പ്ലാന്റ്സ് ഇൻ ന്യൂട്രിയൻ സൊല്യൂഷൻ ഓർ ആബ്സെൻസ് ഓഫ് സോയിൽ. അതാണ് ഹൈഡ്രോപോണിക്സ്. Essential 2 applications. Essential elements are identified. Deficiency of symptoms of elements can be discovered. Technique for commercial production of vegetables. ഏതെങ്കിലും ഒരു 2 പോയിന്റ് നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ടോട്ടൽ 3 മാർക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിസ്റ്റ് ഔട്ട് എനി 3 മോഡിഫിക്കേഷൻ ഓഫ് റൂട്ട് വിത്ത് 1 എക്സാമ്പിൾ ഈച്ച്. എന്തൊക്കെയാണ്? സപ്പോർട്ടിംഗ് റൂട്ട്സ്, പ്രോപ്പ് റൂട്ട്സ്, ബനിയൻ ട്രീസിലുള്ള റൂട്ട്സ്, പിന്നെ സ്റ്റിൽറ്റ് റൂട്ട് നമ്മുടെ ഷുഗർ കെയിൻ ഒക്കെ ആയി മാറുന്നത്, പിന്നെ റെസ്പിറേറ്ററി റൂട്ട്സ് നമ്മുടെ കണ്ടൽ കാട്ടിലൊക്കെ കാണുന്ന സംഭവം, പിന്നെ സ്റ്റോറേജ് ഓഫ് ഫുഡ്, ക്യാരറ്റ്, നമ്മുടെ ടാപ്പിയോക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ടാപ്പിയോക്ക അല്ല, ടേണിപ്പ്, സ്വീറ്റ് പൊട്ടാറ്റോ അങ്ങനത്തെ കാര്യങ്ങൾ. ഇതിൽ ഏതെങ്കിലും 3 സാധനത്തിന്റെ ഒരു എക്സാമ്പിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മുടെ റെസ്പിറേറ്ററി സൈക്കിളാണ്. നമ്മുടെ റെസ്പിറേഷൻ എങ്ങനെ നടക്കുന്നുള്ളതാണ്. ഗിവൺ ബിലോ ആർ ദ സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ ഇൻ റെസ്പിറേഷൻ. ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ കോമ്പൗണ്ട്സ് A and B ഇൻ ദ സൈക്കിൾ. അതായത് നമുക്കിവിടെ ഇവിടെ ഏത് കോമ്പൗണ്ട് ആണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞിട്ടില്ല. എയുടെ ഭാഗത്തും ബിയുടെ ഭാഗത്തും ഏത് കോമ്പൗണ്ട് ആണ് ഉണ്ടാവുന്ന പറഞ്ഞിട്ടില്ല. അപ്പം എന്താണ് A എന്താണ്? സിട്രിക് ആസിഡും B സക്സനിക് ആസിഡുമാണ്. നേരത്തെ സയന്റിസ്റ്റ് ഹു ഫസ്റ്റ് ആരാണ് ഫസ്റ്റ് ആയിട്ട് ഈ ഒരു സൈക്കിൾ പുട്ട് ഫോർവേഡ് ചെയ്തത്? ഹാൻസ് കെർബ്സ് ആണ്. കെർബ് സൈക്കിൾ നമ്മൾ പറയാറുണ്ട്. അതുപോലെ വേർ ഡസ് ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ ഒക്കർ? എവിടെയാണ്? മൈറ്റോകോൺട്രിയൽ മാട്രിക്സ് ഓർ മൈറ്റോകോൺട്രിയലാണ് ഇത് നടക്കുന്നത്. ഓക്കെ, ഈ 3 പോയിന്റ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുകയാണെങ്കിൽ 3 മാർക്ക് ഉറപ്പ്. ഇനി അടുത്തത് എന്തായി? ഇപ്പൊ നമ്മൾ ബോട്ടണി പാർട്ട് കഴിഞ്ഞു. ബോട്ടണി പറഞ്ഞ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചോളൂ. നമുക്ക് ഇനി സുവോളജി പാർട്ട് കൂടി നോക്കാം. സുവോളജി പാർട്ടിൽ ഫസ്റ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, 3 ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് 4 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്താൽ മതി. 1 മാർക്ക് ക്വസ്റ്റ്യൻസിൽ കിടക്കാം. പിക്ക് ഔട്ട് ദി പ്രോ എൻസൈം പ്രസന്റ് ഇൻ ഗാസ്ട്രിക് ജ്യൂസ് ഫ്രം ദി ഫോളോയിങ്. ഇതിൽ ഏതാണ് പ്രോ എൻസൈം? ഇതിൽ ഏതാണ് പ്രോ എൻസൈം ഉള്ളതെന്ന് ചോദിക്കുന്നത്? പെപ്സിനോജൻ ആണ്. 1 മാർക്ക് അവിടെ. അടുത്തത് ആഫ്റ്റർ ഓവ്യൂലേഷൻ ദ റപ്ചേർഡ് ഫോളിക്കിൾ ഇൻ ഓവറി ഈസ് കൺവേർട്ടഡ് ടു എ സ്ട്രക്ചർ കോൾഡ്. ഏതാണ് ആ പാർട്ട്? കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം എന്ന് പറഞ്ഞ ആയിട്ടാണ് മാറുക. ഓക്കെ, ഇനി അടുത്തത് ദ മോസ്റ്റ് അബൻഡന്റ് പ്രോട്ടീൻ ഇൻ ദ ആനിമൽ വേൾഡ്. എന്താണ്? കൊളാജൻ. കൊളാജൻ ഫൈബേഴ്സ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. കൊളാജൻ ആണ് മോസ്റ്റ് അബൻഡന്റ് പ്രോട്ടീൻ. നെക്സ്റ്റ് വൺ, ഇതെന്താണ്? നമ്മുടെ ഓക്സിജൻ സാച്ചുറേഷൻ ഹീമോഗ്ലോബിനും വേഴ്സസ് പാർഷ്യൽ പ്രഷർ. ഇതിന് എന്തിന്റെ ഗ്രാഫാണ്? ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ആണിത്. ഇതിന്റെ പേരെന്താണെന്ന് ചോദിച്ചത്? ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. നെക്സ്റ്റ് ഇനി 2 മാർക്കിന് ക്വസ്റ്റ്യൻ. 9 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. 13 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ ഉള്ളത്. 9 ക്വസ്റ്റ്യനിൽ 2 മാർക്ക്. ഓക്കെ, 5th ക്വസ്റ്റ്യൻ എന്താണ്? മെൻഷൻ 2 ഫങ്ഷൻസ് ഓഫ് ദി ഫോളോയിങ്. ഗിൽസ് ഇൻ മൊളസ്ക് എന്താണ്? റെസ്പിറേഷൻ or എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഫ്ലെയിം സെൽസ് ഇൻ പ്ലാറ്റി ഹെൽമിൻഡസ് എന്താണ്? ഓസ്മോ റെഗുലേഷൻ ഓർ മെയിൻ്റെനൻസ് ഓഫ് വാട്ടർ ആൻഡ് അയോണിക് ബാലൻസ്. ഇതിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്. ഓക്കെ, നെക്സ്റ്റ് ഹൗ ഡസ് എക്സോക്രൈൻ ഗ്ലാൻഡ്സ് ഡിഫർ ഫ്രം എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്? നെയിം 2 സെക്രീഷൻസ് ഓഫ് ഈ എക്സോക്രൈൻ ഗ്ലാൻഡ്. എന്താണ് എക്സോക്രൈൻ ഗ്ലാൻഡും എൻഡോക്രൈൻ ഗ്ലാൻഡും വ്യത്യാസം? എക്സോക്രൈൻ ഗ്ലാൻഡ്സ് ഹാവ് ഡക്ട്സ് ആൻഡ് their secretion is passed through ducts, but endocrine glands are ductless and they produce hormones, and hormones എങ്ങനെയാണ് അവർ സർക്കുലേറ്റ് ചെയ്യുന്നത്? ബ്ലഡ് കൂടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നെയിം 2 സെക്രീഷൻ ഓഫ് എക്സോക്രൈൻ ഗ്ലാൻഡ്സ്. നമ്മുടെ സലൈവ, ഇയർ വാക്സ്, അല്ലെങ്കിൽ മ്യൂക്കസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ്? എക്സോക്രൈൻ സെക്രീഷൻസ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു 2 നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ്. നേരത്തെ മാച്ച് ദ ഫോളോയിങ് ഉണ്ടായിരുന്നു. ന്യൂട്രോഫിൽസ്,
ടൈപ്സ് ഓഫ് ബ്ലഡ് സെൽസിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്യാനാണ്. ഇപ്പൊ ന്യൂട്രോഫിൽസ് എന്താണ്? ഫാഗോസൈറ്റിക് ഡീകൺസ്ട്രക്ഷൻ ഓഫ് ഫോറിൻ ഓർഗാനിസംസ്. അത് ന്യൂട്രോഫിൽസ് ആണ് ഫോറിൻ ഓർഗാനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. ബാസോഫിൽസ് ആണ് സെക്രീറ്റ് ഹിസ്റ്റമിൻസ്. ഇനി ഈസ്നോഫിൽസ് അലർജിക് റിയാക്ഷൻസ് കാരണം ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? ഹിസ്റ്റമിൻസ് കൊണ്ടാണ്. ഇനി അടുത്ത ഈസ്നോഫിൽസ് കൊണ്ടാണ്. ഇനി അടുത്തത് ലിംഫോസൈറ്റ്സ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഓഫ് ബോഡി. ഓക്കെ, ഈ 3-4 പോയിന്റ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ 2 മാർക്ക് ഉറപ്പ്. The given diagram represents the section of small intestinal mucosa. Identify the structure labeled as A and B and state one function of each structure. A എന്താണ്? വില്ലൈ. അടുത്തത് ബി എന്താണ്? കാപ്പിലറീസ് എന്ന് പറയും. ഓക്കെ, ഇനി വില്ലൈ എന്താണ്? ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഓഫ് നമ്മുടെ ഇൻറ്റെസ്റ്റിനിലെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും. അപ്പൊ എന്താണ്? അബ്സോർപ്ഷൻ കൂടും, അല്ലെ ന്യൂട്രിയൻസിന് അബ്സോർപ്ഷൻ സഹായിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് കറക്റ്റ് ആണ്. ഇനി കാപ്പിലറീസ് എന്താ ചെയ്യുന്നത്? നമ്മുടെ അബ്സോർപ്ഷൻ ലിപ്പിഡ്സ് അബ്സോർബ് ചെയ്യും, അല്ലെങ്കിൽ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ഒക്കെ സഹായിക്കുന്ന ഏതാണ്? ഈ വില്ലൈ ആണ്. ഓക്കെ, കൂൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ദ ഡിഫറെന്റ് റെസ്പിറേറ്ററി സെന്റേഴ്സ് സിറ്റുവേറ്റഡ് ഇൻ ദ ബ്രെയിൻ. എക്സ്പ്ലെയിൻ ദെയർ റോൾ ഇൻ മെയിൻറ്റെയിനിങ് ആൻഡ് മോഡറേറ്റിംഗ് ദ റെസ്പിറേറ്ററി റിതം. ഇതൊക്കെ നമ്മൾ ഏത് ഭാഗത്താണ് വരുന്നത്? ഏത് പാർട്ടിലാണ് വരുന്നത്? ഹ്യൂമൻ ഫിസിയോളജിന്റെ പാർട്ടിലാണ് വരുന്നത്. നമ്മൾ ഓരോ ന്യൂറൽ ആൻഡ് കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? നെയിം ദ ഡിഫറെന്റ് റെസ്പിറേറ്ററി സെന്റേഴ്സ് സിറ്റുവേറ്റഡ് ഇൻ ദ ബ്രെയിൻ. ഏതൊക്കെയാണ് നമ്മുടെ റെസ്പിറേറ്ററി സെന്റേഴ്സ്? മെഡുല ആൻഡ് റെസ്പിറേറ്ററി റിതം സെന്റർ. ഓക്കെ, ഇനി അല്ലെങ്കിൽ പോൺസ് ഉണ്ട്. ന്യൂമോടാക്സിക് സെന്റർ ഇൻ പോൺസ്. ന്യൂമോടാക്സിക് സെന്റർ മോഡറേറ്റഡ് ദ ഫംഗ്ഷൻ. എന്താ ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ന്യൂമോടാക്സിക് സെന്റർ മോഡറേറ്റ് ദ ഫംഗ്ഷൻ ഓഫ് റെസ്പിറേറ്ററി റിതം ഓർ കൺട്രോൾ ദ റെസ്പിറേറ്ററി റിതം സെന്റർ. ഇനി റെസ്പിറേറ്ററി റിതം സെന്റർ റിസീവ് സിഗ്നൽസ് ഫ്രം എവിടെ? നമ്മുടെ കീമോ സെൻസിറ്റീവ് ഏരിയാസ് നിന്ന് വരും. അപ്പം ഓർ റെസ്പിറേറ്റ് അബൌട്ട് ചേഞ്ച് ഇൻ receptors about change in CO2 concentration and H+ concentration and take remedial actions. ഇതിൽ ഏതെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്സ് കിട്ടുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ. മസ്ക ഡൊമസ്റ്റിക്ക is the binomial nomenclature of housefly. Identify generic name and specific epithet. നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ് ഇങ്ങനെ നെയിം ചെയ്യാന്നുള്ള കാര്യങ്ങൾ. സോറി, ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ അല്ലേ? എന്താണ് ജനറിക് നെയിം? മ്യൂക്കോസ. സ്പെസിഫിക് എപ്പിത്തറ്റ് ഡൊമസ്റ്റിക്ക. അടുത്ത എന്താണ്? മെൻഷൻ ദ ഫൈലം ആൻഡ് ക്ലാസ് ഓഫ് മസ്ക ഡൊമസ്റ്റിക്ക. ഫൈലം എന്താണ്? ആർത്രോപോഡ. ക്ലാസ് ഇൻസെക്ട. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് അതിൽ തന്നെയുള്ള എക്സാമ്പിൾ ആണ് ഇത്. ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് വായിച്ച ആൻസർ കിട്ടും. 2 മാർക്ക് അവിടെ കിട്ടി. 11th ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ടിഷ്യൂ ആൻഡ് സ്റ്റേറ്റ് ഇറ്റ്സ് മെയിൻ ഫംഗ്ഷൻ. മൾട്ടി ലെയർഡ് സെൽസ് ആണ്. അപ്പൊ ഇത് എന്തായിരിക്കും? ടിഷ്യൂ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. എന്താണ് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ? പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് കെമിക്കൽ മെക്കാനിക്കൽ സ്ട്രെസ്സസ്. എന്തെങ്കിലും നമുക്ക് നമ്മുടെ എപ്പിത്തീലിയൽ, അതായത് പുറം ഭാഗം നമ്മുടെ സ്കിന്നൊക്കെ എപ്പിത്തീലിയൽ ടിഷ്യൂസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. റൈറ്റ് 2 regions in human body where you can find this tissue. എവിടെയൊക്കെയാണ് 2 regions? ഒന്ന് നമ്മുടെ സ്കിന്ന്, പിന്നെ നമ്മുടെ ബക്കൽ ക്യാവിറ്റി, അതായത് വായുടെ ഭാഗം, പിന്നെ ഫാരിങ്സ്, ഇന്നർ ലൈനിങ് ഡക്ട്സ്, സലൈവറി ഗ്ലാൻഡ്സ്, പാങ്ക്രിയാറ്റിക് ഡക്ട്. ഇതൊക്കെ ഇതിൽ ഏതെങ്കിലും 2 എഴുതിയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ കാണുന്ന സ്കിന്നും ബക്കൽ ക്യാവിറ്റി എന്ന് എഴുതാൻ തന്നെ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടി. ടോട്ടൽ 2 മാർക്ക്. ഇനി 12th ക്വസ്റ്റ്യൻ. ദ ഫോളോയിങ് ഇസ് ദ പാത്വേ ഓഫ് സൗണ്ട് വേവ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ഹിയറിംഗ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് ടേംസ് ഗിവൺ ഇൻ ദ ബോക്സസ്. അപ്പൊ നമ്മുടെ സൗണ്ട് നമുക്ക് തന്നെ കേൾക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇതിൽ ഓഡിറ്ററി കനാൽ കഴിഞ്ഞിട്ട് ഏതാ വരുന്നത്? ടിംപാനം എന്ന് പറഞ്ഞ ഭാഗമാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഏതാ വരുന്നത്? ഇയർ ഓസിക്കിൾസ്. അത് കഴിഞ്ഞിട്ട് ഓവൽ വിൻഡോ, ഫ്ലൂയിഡ് ഓഫ് കോക്ലിയ. അത് കഴിഞ്ഞിട്ട് കോക്ലിയ ഫ്ലൂയിഡ് കഴിഞ്ഞിട്ട് എന്താ വരിക? ബാസിലാർ മെംബ്രെയിൻ. അത് കഴിഞ്ഞിട്ട് ഹെയർ സെൽസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഓഡിറ്ററി നെർവ്സിൽ മുന്നോട്ട് പോകുന്നതിന് മുന്നേ ടെക്ടോറിയൽ മെംബ്രെയിനും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മുടെ കേൾവി കറക്റ്റ് ആയിട്ട് നടക്കുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ ഹെഡ് ഓഫ് കോക്രോച്ച് ഇസ് കട്ട് ഓഫ്, ഇറ്റ് വിൽ സ്റ്റിൽ ലിവ് ഫോർ ആസ് ലോങ് ആസ് 1 week. വൈ? അതിങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ നടക്കുന്നു? ക്വസ്റ്റ്യൻ. നെർവസ് സിസ്റ്റം ഓഫ് കോക്രോച്ച് അതിന്റെ തലയിലല്ല, ബാക്കി ഭാഗത്തോടെ സ്പ്രെഡ് ആയിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് അത് നടക്കും. പിന്നെന്താണ്? ദ ഹെഡ് ഹോൾഡ്സ് ഓൺലി എ ബിറ്റ് ഓഫ് ദി നെർവസ് സിസ്റ്റം. ദ ബ്രെയിൻ ഈസ് റെപ്രസെന്റഡ് ബൈ ദ സുപ്രാ ഈസോഫേഗൽ ഗാംഗ്ലിയോൺ. അപ്പം ഈ 2 പോയിന്റ്സ് നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്സ്. ഇനി അടുത്തത് ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ഇമ്പൾസ് ത്രൂ ആൻ ആക്സോൺ ഇസ് ഗിവൺ. എക്സ്പ്ലെയിൻ ഹൗ ആക്ഷൻ പൊട്ടൻഷ്യൽ ഡെവലപ്സ്. ഓക്കെ, അപ്പം ആക്ഷൻ പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യുന്ന ജനറേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ റിസീവ്സ്. നമുക്ക്
ഇതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ആക്ഷൻ പൊട്ടൻഷ്യൽ? നമുക്ക് ഒരു സ്റ്റിമുലസ് റിസീവ് ചെയ്യുന്നു, അതിനുശേഷം എന്താകുന്നു, മെംബ്രെയിൻ ബിക്കംസ് പെർമിയബിൾ ടു സോഡിയം Na+ അയോൺസ്. അപ്പൊ മെംബ്രെയിൻ പെർമിയബിലിറ്റി ചേഞ്ച് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് റാപ്പിഡ് ഇൻഫ്ലക്സ് ഓഫ് Na+ അയോൺസ് ഉണ്ടാവുന്നു. ആൻഡ് റിവേഴ്സ് ദ പോളാരിറ്റി ഓഫ് ദ സൈറ്റ് ആൻഡ് ഇൻസൈഡ് ബിക്കംസ് പോസിറ്റീവ് ആൻഡ് ഔട്ട്സൈഡ് ബിക്കം നെഗറ്റീവ് ആൻഡ് മെംബ്രെയിൻ എന്താവും, ഡീപോളറൈസ് ആവുന്നു. ഈ ഒരു സ്റ്റെപ്പുകളാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ഉഷേരിയ ഇതിന്റെ കോമൺ നെയിം എന്താണ്? ഫൈലോറിയൽ വർംസ്. ബി സിൽക്ക് വോമിന്റെ ജൈനസ് നെയിം എന്താണ്? ബോംബിക്സ്. ഇനി ഫെരിറ്റിമാനിന്റെ കോമൺ നെയിം എന്താണ്? എർത്ത്. ഹണിബിയുടെ ജൈനസ് നെയിം എപ്പിസ്. ഓക്കെ. നെക്സ്റ്റ്, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഡയബറ്റിസ് ഇൻസിപ്പിഡിയസ് ആൻഡ് ഡയബറ്റിസ് മെലിറ്റസ്. ഇതിന് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പോൾ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത് കോസ്ഡ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് ADH or vasopressin. Deficiency of ADH or vasopressin, diminished ability of kidney to conserve water, leads to water loss and dehydration. In diabetes mellitus എന്താണ്? Caused due to deficiency of insulin, loss of glucose through urine, formation of ketone bodies in urine. നമുക്ക് സാധാരണ നമ്മൾ കാണുന്ന ഷുഗർ എന്ന് പറയുന്ന സംഭവം ഡയബറ്റിക് മെലിറ്റസ് ആണ്. എന്നുള്ള കാര്യങ്ങൾ ഇതിൽ ഏത് പോയിന്റ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Components of the symmetry, comment on the symmetry of phylum Porifera and phylum Echinodermata. Name the system of transport of food in the members of this phylum. അപ്പോൾ സിമെട്രിനെ കുറിച്ചും സിസ്റ്റം ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡിനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ പോറിഫെറയിൽ അസിമെട്രിക്കൽ ആണ്, എക്കിനോഡെർമേറ്റയിൽ അഡൽസിൽ സിമെട്രിക്കലും റേഡിയലി സിമെട്രിക്കലും ലാർവേ ഫോമിൽ ബൈലാറ്ററലി സിമെട്രിക്കലുമാണ്. സിസ്റ്റം ഓഫ് ട്രാൻസ്പോർട്ട് പോറിഫെറയിൽ വാട്ടർ ട്രാൻസ്പോർട്ട് ആണ്, കനാൽ സിസ്റ്റത്തിൽ കൂടെ. എക്കിനോഡെർമേറ്റയിൽ വാസ്കുലർ സിസ്റ്റം ആണ്, വാട്ടർ വാസ്കുലർ സിസ്റ്റം. ഓക്കെ. ഇനി 3 മാർക്ക് ക്വസ്റ്റ്യനിൽ ഇനി 5 ക്വസ്റ്റ്യൻ കൂടി നമുക്കുള്ളൂ. അതിൽ 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നിങ്ങൾ കറക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും. 3 ക്വസ്റ്റ്യൻ മാത്രം എഴുതിയാൽ മതി. 3 മാർക്കിന് ക്വസ്റ്റ്യനിലേക്ക് ഇറക്കാം. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ട് വൈൽ ഇറ്റ് ഈസ് വർക്കിംഗ് ഇസ് ഗിവൻ. Write down the different activities of the heart represented by the peaks P to T. അപ്പോൾ PQRST എന്താണ് ഇതൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത്? P വേവ് എന്താണ്? ഇലക്ട്രിക്കൽ എക്സൈറ്റേഷൻ ഓഫ് ഡീപോളറൈസേഷൻ ഓഫ് ആർട്ടറിയ, കോൺട്രാക്ഷൻ ഓഫ് ബോത്ത് ദി ആർട്ടറി. അതിൽ രണ്ടും എഴുതണം. ഇതിൽ ഒന്ന് എഴുതിയാൽ നിങ്ങൾക്ക് P വേവിനെ കിട്ടും. QRS കോംപ്ലക്സ് എന്താണ്? ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ്, വെൻട്രിക്കുലർ കോൺട്രാക്ഷൻ ഓർ ബിഗിനിങ് ഓഫ് സിസ്റ്റോൾ. T വേവ് എന്താണ്? റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ ഓർ എൻഡ് ഓഫ് സിസ്റ്റോൾ. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. ആൻഡ് ലിസ്റ്റ് 3 ഡിഫറൻസസ് ബിറ്റ്വീൻ റെഡ് മസിൽ ഫൈബേഴ്സ് ആൻഡ് വൈറ്റ് മസിൽ ഫൈബേഴ്സ്. യെസ്, നമുക്ക് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ചെയ്താൽ റെഡ് മസിൽ ഫൈബർ മയോഗ്ലോബിൻ ഹൈ ആണ്, ഇതിൽ മയോഗ്ലോബിൻ ലോ ആണ്. റെഡ് ഇൻ കളർ, അപ്പിയേഴ്സ് പെയിൽ ഓർ വൈറ്റിഷ്, പ്ലെന്റി ഓഫ് മൈറ്റോകോൺട്രിയ, ഫ്യൂ മൈറ്റോകോൺട്രിയ, ഡിപെൻഡ്സ് ഓൺ ദ aerobic process, depend on anaerobic process. Sarcoplasmic reticulum is low, sarcoplasmic reticulum is high. ഇതിൽ ഏതെങ്കിലും 3 പോയിന്റ് നിങ്ങൾ രണ്ട് സൈഡിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ 3 മാർക്ക് കിട്ടുന്നതാണ്. Okay, in next questionലേക്ക് ഐഡന്റിഫൈ ദ ലെവൽ ഓഫ് protein structure in the given. ഏത് ലെവലാണ്? സെക്കൻഡറി, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആണെന്ന് ചോദിക്കുന്നത്. And name 2 levels of protein structures which are not 3-dimensional. Give an example for protein having quaternary structure and justify your answer. അപ്പം ടെർഷ്യറി സ്ട്രക്ചർ ആണ് ഇവിടെ ഉള്ളത്. ഇനി എന്താണ്? 2 levels of protein structure which are not 3-dimensional. ഒന്ന് പ്രൈമറി, സെക്കൻഡറി. ഇനി എന്താ? Give an example for quaternary structure. Hemoglobin. ഓക്കെ, ഹീമോഗ്ലോബിനിൽ 4 സബ് യൂണിറ്റ്സ് ഉണ്ട്. ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ജസ്റ്റ് ഹീമോഗ്ലോബിൻ എഴുതിയാലും മാർക്കും, ഹീമോഗ്ലോബിനിൽ 4 സബ് യൂണിറ്റ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കൂടി കിട്ടുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 3 ഡിഫറൻസ് ബിറ്റ്വീൻ കോഡേറ്റ്സ് ആൻഡ് നോൺ കോഡേറ്റ്സ്. കോഡേറ്റ്സിൽ നോട്ടോകോഡ് പ്രസന്റ് ആയിരിക്കും, നോൺ കോഡേറ്റ്സിൽ നോട്ടോകോഡ് ആബ്സെന്റ് ആയിരിക്കും. സെൻട്രൽ നെർവസ് സിസ്റ്റം ഇസ് ഡോർസൽ, ഹോളോ ആൻഡ് സിംഗിൾ. സെൻട്രൽ നെർവസ് സിസ്റ്റം വെൻട്രൽ, സോളിഡ് ആൻഡ് ഡബിൾ. ഫാരിങ്സ് ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കോഡേറ്റ്സിലേക്ക് വരുമ്പോൾ ഫാരിങ്സ് പെർഫോറേറ്റഡ് ബൈ ഗിൽ സ്ലിറ്റ്സ്. നോൺ കോഡേറ്റ്സിൽ ഗിൽ സ്ലിറ്റ്സ് ആർ ആബ്സെന്റ്. കോഡേറ്റ്സിൽ ഹേർട്ട് ഇസ് വെൻട്രൽ, നോൺ കോഡേറ്റ്സിലെ ഹേർട്ട് പ്രസന്റ് ആണെങ്കിൽ ഡോർസൽ ആയിരിക്കും. കോഡേറ്റ്സിൽ പോസ്റ്റ് anal part is present, but non-caudal post anal tail is not present. Okay, next question. By selecting appropriate terms from the bracket, complete the given table which is related with excretory system. Type of excretion, nitrogen waste examples. Okay, നമുക്ക് നമ്മൾ match the following type of question ആണ്. അപ്പോൾ നമുക്ക് A, type of excretion, അമോണിയ നൈട്രജൻ വേസ്റ്റ് ആയി വരുന്നത് ഏത് ടൈപ്പ് ഓഫ് എക്സ്ക്രീഷനിലാണ്? അമനോട്ടലിക്കിലാണ്. അപ്പം അതിന്റെ എക്സാമ്പിൾ E എന്താണ്? ബോണി ഫിഷ് ആണ്.
ഓക്കെ, ഇനി അടുത്തത് യൂറിയോടെലിക് ഏത് ടൈപ്പ് ഓഫ് നൈട്രോജൻ വേസ്റ്റ് ആണ് പുറത്തേക്ക് വിടുന്നത്? യൂറിയോടെലിക് യൂറിയ. ഓക്കെ, ഇനി അടുത്തത് അത് ഏത് ടൈപ്പ് ഓഫ് എക്സാമ്പിൾസ് എന്താണ്? മാമൽസ്. ഇനി അടുത്തത് ബേർഡ്സ് ഏത് ടൈപ്പ് ഓഫ് എക്സ്ക്രീഷൻ ആണ് പുറത്തേക്ക് വിടുന്നത്? ബി, യൂറിക്കോടെലിക്. അപ്പം അതിലെന്താണ് ഉണ്ടാവുക? ബി, അതായത് യൂറിക് ആസിഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം സോറി കഴിഞ്ഞില്ലേ, സോറി ഞാൻ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോവായിരുന്നു. ഓക്കെ, നമ്മളെ 22 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. നമ്മളെ ഇതില് സുവോളജിയിലും ബോട്ടണിയിലും ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ നിങ്ങളുടെ കയ്യിൽ മാർക്ക് ഉണ്ടല്ലോ, മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടിയെന്ന് ഒരു ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ മാർക്ക് കുറവാണ്, ഒന്നും കൊണ്ട് പേടിക്കേണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് എക്സാംസിന് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് മാർക്ക് ഇൻക്രീസ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പൊ അറിയാലോ എവിടെയൊക്കെ നിങ്ങൾ തെറ്റിയത്, ഏതൊക്കെ പാർട്ടാണ് നമുക്ക് ലോ ആയിട്ടുള്ളത്. ആ പാർട്ട് ഐഡന്റിഫൈ ചെയ്ത് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എക്സാം എഴുതുക, നല്ലൊരു സ്കോറോടെ പാസ്സാവുക. ഇനി നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? വെൽ ആൻഡ് ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ് ടു ഇൻ അഡ്വാൻസ്. ഓക്കെ, ഇനി നമുക്ക് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി ഞാനിപ്പോ SEO നിങ്ങൾ +1 നല്ല അടിച്ച് പൊളിച്ച് പാസ്സായി. ഇനി +2ലേക്ക് എത്തി. ഇനി എന്താണ് +2 ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ മുന്നോട്ട് കുറെ സാധനങ്ങൾ വരും. എന്തൊക്കെയാണത്? നമുക്ക് ഇതുവരെ കാണാത്ത കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറഞ്ഞ പുതിയൊരു വേൾഡ് നമ്മുടെ മുമ്പിൽ തുറന്നു വരും. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല. ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾ വെറുതെ ഇവിടെ നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്കും ഇന്ത്യയിലെ ബെസ്റ്റ് കോളേജസിൽ പോയി പഠിക്കണം, ബെസ്റ്റ് ടീച്ചേഴ്സിന് അണ്ടറിൽ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് സയൻസിലായിട്ട് നോക്കുകയാണെങ്കിൽ CUET എക്സാം നിങ്ങൾക്ക് പാസ്സാവും. അതുപോലെ ഐസർ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ തന്നെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഐസറിൽ പോകാനുള്ള അവസരങ്ങൾ. അതുപോലെ തന്നെ നൈസർ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് എക്സാം ഉണ്ട് അവർക്ക്. ഈ എക്സാമൊക്കെ നിങ്ങൾക്ക് എഴുതണം എന്നൊക്കെ താല്പര്യം ഉണ്ടാവും. ഇതൊക്കെ എഴുതാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് +2 കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണം? ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ, ബോർഡ് എക്സാമും നിങ്ങൾക്ക് ഇങ്ങനത്തെ കോച്ചിങ് ഒക്കെ പഠിക്കാൻ നിങ്ങൾക്ക് ഒരു സഹായം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും. അതിന് നമ്മളെ പ്രിപ്വൈസ് ടീം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നതാണ് +2 സയൻസ് ILP കോഴ്സ്. അതായത് ILP വെച്ചിട്ട് ഇന്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാം. എന്താണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? ബോർഡ് എക്സാംസും നമ്മുടെ എൻട്രൻസ് കോച്ചിങ്ങും ആണ്. അതിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോർഡ് എക്സാമിന്റെ പ്രിപ്പറേഷൻ ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, ഇതിൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ തരും. അതോടൊപ്പം തന്നെ CUET 2023 നടക്കാൻ പോകുന്ന CUET എക്സാമിനുള്ള ഒരു കോംപ്രിഹെൻസീവ് കോച്ചിങ് കൂടി ഉണ്ടാവും. ഈ CUET നമുക്ക് എന്തൊക്കെ പഠിക്കാനുള്ളത്? നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ്, ഡൊമൈൻ ടെസ്റ്റ്, ജനറൽ ടെസ്റ്റ്, ഇതിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു കോച്ചിങ് കിട്ടുന്നതായിരിക്കും. അതിന്റെ ആ കോച്ചിങ്ങോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബോർഡ് എക്സാമിനുള്ള കോച്ചിങ് കൂടി ഉണ്ടാവും. ബോർഡ് എക്സാം കോച്ചിങ് വെച്ചാൽ നമുക്ക് പ്രീവിയസ് ഇയർ പേപ്പർ ഉണ്ടാവും, വാല്യൂ ആഡഡ് നോട്ട്സ് ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യണം നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയും, നമ്മുടെ ക്ലാസ്സസ് ലീഡ് ചെയ്യുന്നത് ആരാ? എക്സ്പേർട്ട് ഫാക്കൽറ്റീസ്. അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാരൊക്കെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാല്യൂ ആഡഡ് നോട്ട്സ്, അതായത് നിങ്ങൾക്ക് ബോർഡ് എക്സാമിനും അതോടൊപ്പം തന്നെ CUET പോലത്തെ എക്സാമിനും പഠിക്കാനുള്ള ഫുൾ എയ്ഡ് നൽകുന്ന ഒരു നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ആനിമൽ കിങ്ഡം അല്ലെങ്കിൽ ഹ്യൂമൻ ഫിസിയോളജിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ നിങ്ങൾക്ക് ഓരോ ടോപ്പിക് അനുസരിച്ചാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നത്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നല്ലോ. അതിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആവണമെങ്കിൽ ആ ടോപ്പിക് ടെസ്റ്റുകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഇത് ഡൗട്ടുകൾ വരികയാണെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ ഇതേ നിങ്ങളുടെ ഫാക്കൽറ്റീസ് തന്നെ നിങ്ങളുടെ കൂടെ വരും. അതോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. ഇത് ഒന്നും കൂടാതെ ഏറ്റവും വലിയൊരു ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെന്റേഴ്സ് ഉണ്ടാവും. നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ നിങ്ങൾക്ക് ഒരു ഗൈഡായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾക്ക് മെന്റേഴ്സും ഉണ്ടാവും. ഇനി എവിടെ നിന്ന് നിങ്ങൾക്ക് പ്രിപ്വൈസ് ആപ്പ് കിട്ടും? ഇത് ആപ്പിലാണ് ഇത് മൊത്തം അവൈലബിൾ ആയിട്ടുള്ളത്. പ്രിപ്വൈസ് ആപ്പ് എവിടെ നിന്ന് കിട്ടും? പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് ടൈപ്പ് പ്രിപ്വൈസ് ആൻഡ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമുക്ക് നമ്മുടെ ആപ്പ് ഇന്റർഫേസിലേക്ക് പോകും. ആപ്പ് ഇന്റർഫേസിൽ പോയിട്ട് സ്റ്റോറിൽ പോവാം. സ്റ്റോറിൽ പോയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും +2 ILP കോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. 2023 ബോർഡ് എക്സാം കൂടി CUET 2023 പ്ലസ് ബോർഡ് എക്സാമിനുള്ള കോഴ്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. എക്സ്ക്യൂസ് മീ. നിങ്ങൾ ആ കോഴ്സിന് എൻറോൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് വിചാരിച്ചോ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ ഒന്ന് വിളിച്ചിട്ട് കിട്ടുന്നില്ല ജസ്റ്റ് വാട്സപ്പ് ചെയ്യുക. അവരപ്പം തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്, നിങ്ങളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പം നിങ്ങൾ ഹാപ്പി ലേണിംഗ് ആൻഡ് ഗുഡ് ബൈ.